മനസ്സിലായില്ലേ? എല്ലാരെയും മുമ്പ് അല്ലാഹു തആല നൂറ് മുഹമ്മദിനെ പഠിച്ചു. ഫലക്കനഹു തൗഹീദ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്ത്. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ നൂറ് മുഹമ്മദ് വേഗം എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫകറമഹു വഅളമഹു ബിഖൗലി മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ഉടനെ അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് കൂട്ടിക്കൊടുത്ത് ആദരിച്ച്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ള തൗഹീദ് കൂടി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈമാനും ബിർ റുസുലല്ല, ഈമാനും ബി മുഹമ്മദ്. ഈമാനും ബിർ റുസുൽ അംറു റാബിയാണ്. ഈമാനും ബി മുഹമ്മദ് ഒന്നിൽ കയറിയതാണ്. നിങ്ങൾ പെടല്ല, ഇത് വേറെയാണ്. ഇപ്പോൾ ഞാൻ വേറെ സ്ഥലത്തേക്ക് ചാടിപ്പോയി. ഞാൻ ഇപ്പൊ പെടല്ല, ഞാൻ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളി. നിങ്ങൾക്ക് കുറച്ച് കിബറുണ്ടെന്നേ ഉള്ളൂ, വേറെ നിങ്ങളായില്ല. അതുകൊണ്ട് നിങ്ങൾ കിബറൊക്കെ മാറ്റിച്ച് ലേശം നേരം ഇന്ന് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കേ. അതിനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു, കുറച്ച് കിബറൊക്കെ ഉണ്ടാവും. 10-15 കൊല്ലായില്ല ഇത് കേൾക്കണേ. ഓക്കെ, ഏകദേശമൊക്കെ എനിക്ക് കിട്ടിപ്പോയി, അങ്ങനെയൊക്കെ ഒരു കിബറുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനിപ്പോ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല. അത് നമ്മൾ കിബറിന്റെ ഒരു കാലത്തപ്പം ജീവിക്കുന്നത്. ഇപ്പൊ കൊമ്പ് മരവും മരം കൊമ്പുമായ കാലമാണ്. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പൊ. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഈ കാലത്തിന് ദോഷമാണ്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ തലക്ക് കൊടുത്താളേ. മാളത്തിൽ അണ്ണയാണുള്ളത്, കൊടുത്തത്തിൽ കിട്ടാത്തതാണ് മാളത്ത് കിടക്കണതെന്ന് തന്നെ ചിന്തിച്ചാളേ. അപ്പൊ വിഷയത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരിക. എന്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞേ? എന്ത് പറഞ്ഞു? അതായത് ഈമാൻ കാര്യം 6 അതിൽ മുർസലീങ്ങളിലുള്ള വിശ്വാസം 4 നമ്പറാണ്. എന്നാൽ അതിൽ ഇത് പെടൂല. ഈമാനും ബിസാഇദി റസൂലാണ് അംറു റാബിയ. ഈമാനും ബി മുഹമ്മദ് ഷാമിലും ഫി തൗഹീദാണ്. ഒന്ന് തന്നെ ഉണ്ട്, 2. മുഹമ്മദ് ഒന്ന് തന്നെ ഉണ്ട്, മറ്റിൽ പെടൂല, വേറെയാണ്. പറഞ്ഞുതരാം ലാസ്റ്റ് പറയും, ബേജാറാണ്. അതിനോളം നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. വിഷയത്തിന്റെ മർമ്മം നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഞാൻ ഉത്തരം പറയില്ല. നിങ്ങൾ റേഞ്ചിൽ നിന്ന് കയറണം. നിങ്ങൾ റേഞ്ചിൽ അപ്പുറത്ത് കയറി വരണം. നിങ്ങൾ LKG തന്നെ ഇരിക്കാൻ ഉദ്ദേശമാണെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക്. ഇത് റസൂലാണ്, ഇത് റസൂലുൽ ഖൗമല്ല. തിരിഞ്ഞില്ല. എല്ലാ മുർസലിങ്ങളും റസൂലുൽ ഖൗമാണ്. എല്ലാ മുർസലും റസൂലുൽ ഖൗമാണ്. മുഹമ്മദ് നബി മാത്രം റസൂൽ ഖൗമല്ല, റസൂലാണ്. എല്ലാ മുർസലും റസൂൽ ഖൗമ, എല്ലാവരും. അവരെ വിശ്വസിക്കൽ ഈമാന്റെ 4ാം കാര്യമാണ്. മുഹമ്മദ് നബി റസൂൽ ഖൗമല്ല. അതായത് റസൂലുൽ ഖൗം എന്നാൽ ഒരു ജനതയുടെ റസൂൽ. മുഹമ്മദ് നബി ജനതയുടെ റസൂലല്ല. മിനൽ അസലി ഇലൽ അബദി റസൂലാണ്. എല്ലാ റസൂലും റസൂൽ ഖൗമാണ്. എല്ലാം റസൂൽ ഖൗമാണ്. ഇലാ ആദിൻ അഖാഹും ഹൂദ, ഇലാ ആദിൻ അഖാഹും ഹൂദ. അപ്പോൾ ഹൂദ് റസൂൽ ആദാണ്. ആദ് ഗോത്രത്തിന്റെ റസൂലാണ് ആര്? ഹൂദ്. വഇലാ സമൂദ അഖാഹും സ്വാലിഹ. അപ്പോൾ സ്വാലിഹ് റസൂൽ സമൂദാണ്. വഇലാ മദിയന അഖാഹും ശുഐബ. വഇലാ മദിയന അഖാഹും ശുഐബ. അപ്പോൾ ശുഐബ് റസൂൽ ഖൗമാണ്, റസൂൽ മദിയനാണ്. വഅർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. അപ്പോൾ ഇലാ ഖൗമിഹി. അപ്പോൾ നൂഹ് എന്ന ആദ്യത്തെ റസൂൽ റസൂൽ ഖൗമാണ്. വഅർസൽനാ ലൂതൻ ഇലാ ഖൗമിഹി. അപ്പോൾ ലൂത്ത്
റസൂൽ ഖൗമാണ്. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ. സയ്യിദുനാ ഈസ വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ. റസൂൽ ഖൗമാണ് ആര്? ഈസ. മൂസ ഇദ്ഹബ് ഇലാ ഫിർഔന അർസിൽ മഅി ബനി ഇസ്രായീൽ. മൂസ പറഞ്ഞ് ഇജ്ജ് എന്നാവുക, അല്ലെങ്കിൽ നെന്നിലേക്കും ബനു ഇസ്രായേലിലേക്കും എന്നെ നിയോഗിച്ചു, ഇജ്ജ് എന്നാവുക, അല്ലെങ്കിൽ ഞാൻ ഇവരെ നന്നാക്കാൻ പറ്റെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ റസൂൽ ഖൗമാണ്, ഫിർഔന്റെ റസൂലാണ്. പിന്നെ ഇസ്രായേലിനും റസൂലാണ്. യൂസുഫ് റസൂൽ മിസ്റാണ്. യാക്കൂബ് റസൂൽ കൻആനാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇബ്രാഹിം റസൂൽ ഖൗമാണ്. ഇറാഖ്, ജോർദാൻ, മിസ്ർ, ഫലസ്തീൻ ഇവിടെ ഏൽപ്പിക്കപ്പെട്ട റസൂലാണ് ആര്? ഇബ്രാഹിം. അപ്പോൾ റസൂൽ എന്ന ഒരാളില്ല, ഒരാളേ ഉള്ളൂ. എല്ലാവരും റസൂലിനെ കോമേറ്റെ കൂടാൻ പറ്റുള്ളൂ. ഇത് റസൂൽ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ. ഇത് റസൂൽ ഖൗമല്ല, റസൂലാണ്. അങ്ങനെയാണ്. നേരത്തെ ആസ്കർ ചോദിച്ചതിന്റെ മറുപടി എന്നതാണ്. മൂസാ നബിയെ വിശ്വസിക്കാൻ കാരണം അത് ഉള്ളിലുള്ളതാണ്, എടാധ്യായാണ്. അത് ഹെഡിങ്ങിന്റെ താഴെ വേറെ ഹെഡിങ് ആണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയിലെ വലിയ ഹെഡിങ് ആണ് ആര്? മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നത് വരെയും ഹെഡിങ് ഉണ്ടാവും. അത് മൂസായും ഉണ്ട്, ഈസായും ഉണ്ട്. ഇവരൊക്കെ പണി എന്താ? തബ്ശീറും ബി മുഹമ്മദ്, മുഹമ്മദിനെ പരിചയപ്പെടുത്തുക. ലം യബ്അസില്ലാഹു നബിയ്യൻ, ലം യബ്അസില്ലാഹു നബിയ്യൻ ഇല്ലാ വഹുവ അഖദൽ അഹ്ദ അലാ മുഹമ്മദിൻ ഇദാ ജാഅ അലൈഹി അൻ യുഅ്മിന ബി മുഹമ്മദിൻ വയൻസുറുന്നഹു. തഫ്സീർ തിബിരിന്നാണ് വായിച്ചത്. ഏതായത്തിന്റെ തഫ്സീറാണെന്നറിയോ? വഇദാ അഖദല്ലാഹു മീസാഖ നബിയ്യിൻ 82 ആൽ ഇംറാൻ. ലം യബ്അസില്ലാഹു നബിയ്യൻ, ഒരു നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. ഇല്ലാ വഹുവ അഖദൽ അഹ്ദ ബിഈമാനി ബി മുഹമ്മദിൻ വഹുവ ഹയ്യ് ഇദാ ജാഅ വഹുവ ഹയ്യുൻ ലയുഅ്മിനന്ന ബിഹി വലയൻസുറുന്നഹു. മുഹമ്മദ് നബി വരുന്ന കാലത്ത് ഈ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും ചെയ്യണം, സഹായിക്കുകയും ചെയ്യണം. വഅഖദൽ അഹ്ദ അലാ ഖൗമിഹി, നബിയിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചിട്ട് ജനങ്ങൾ കൊടുക്കണം. മനസ്സിലായില്ല? സ്വീകരിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഇയാളൊന്നുമല്ല, അയാളുടെ ആളായിരിക്കും. മനസ്സിലായില്ല? ഞാനിപ്പോ ചില ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതിന് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇടയ്ക്ക്. എന്ത്? ഞാൻ ഇന്ന ആളിൽ നിന്ന് അതിന് സമ്മതം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സമ്മതം വന്നിരിക്കുന്നു. അപ്പൊ ഇതിന്റെ സമ്മതക്കാരൻ ഞാനല്ല, ഞാൻ വാങ്ങിയ ആളാണ്. നിങ്ങൾക്ക് ഞാനായിരിക്കും, നിങ്ങൾക്ക് ഞാനായിരിക്കും, നിങ്ങൾക്ക് ഞാനല്ലാതെ ഇരിക്കും. മറ്റാളെ ഇന്നങ്ങൾ ഇടയിൽ അംഗീകരിക്കേണ്ടുള്ളൂ. നിങ്ങൾ ജനറലായി മറ്റയാൾ അംഗീകരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നതുപോലെ ചില ആളുകൾക്ക് നല്ലോണം മനസ്സിലാവും, ചില ആളുകൾക്ക് കുറച്ച് മനസ്സിലാവും. ഞാൻ ചിന്തിക്കും, വളരെ ചിന്തിക്കണം. അപ്പോൾ മുഹമ്മദ് നബിയോ റസൂലുൽ ഖൗമല്ല, റസൂലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ബാക്കിയൊക്കെ. അപ്പോൾ പിന്നെ റുസുലിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാല് സായിർ റുസുലിലെ വിശ്വാസം അംറുർ റാബിയാണ്. ഇത് 4ാം കാര്യമാണ്. ഇത് ഈമാന്റെ 4ാം കാര്യമാണ്. എന്ത്? റുസുലിലെ വിശ്വാസം. ഇത് 4ാം കാര്യമാണ്. ഇത് ഈമാനാണ്.
തിരിഞ്ഞില്ല. ഈമാൻ ഉണ്ടായിട്ടല്ലേ നല്ല കാര്യം ഉണ്ടാവുള്ളൂ. തിരിഞ്ഞിട്ടില്ല. മുർസലീങ്ങളിലെ വിശ്വാസം 4-ാം കാര്യമാണ്. ഈമാന്റെ 4-ാം കാര്യമാണ്. മുഹമ്മദ് നബിയുടെ വിശ്വാസം ഈമാനാണ്. അത് 4-ാം കാര്യമാണ്. ഭയങ്കര ഭയങ്കര. ഞാനിപ്പം പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ ലോകമൊന്നും ഒരു ചുക്കല്ല ഈ മനുഷ്യനിലേക്ക് ചേർത്ത് നോക്കിയാൽ. ഒന്നുമല്ല. ഒരു കാബയല്ല, ഒന്നുമല്ല. അതൊന്നും ഒന്നും തന്നെയല്ല, ഒന്നുമല്ല. ഈ ലോകത്തൊന്നും ലൈസമിഷിയ ഈ മനുഷ്യനിലേക്ക് ചേർത്ത് നോക്കിയാൽ. പുണ്യ റസൂൽ അള്ളാന്റെ മെഹബൂബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മെഹബൂബാണ് മുഹമ്മദ് അള്ളാന്റെ മെഹബൂബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇനിയൊന്നും വരൂല. മുഹമ്മദ് അവ്വലുൽ ഖൽഖാണ്. മുഹമ്മദ് സിറാണ്. മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറുൽ കായിനാത്താണ്. സൃഷ്ടികളുടെ രഹസ്യമാണ് മുഹമ്മദ്. രഹസ്യമാണ്. രഹസ്യമാകുമ്പോൾ രഹസ്യാവില്ലല്ലോ. അതുകൊണ്ടാണ് തിരിയാത്തത്. ഇന്നും രഹസ്യമാണ്. പിന്നെ ചെറുതൊക്കെ ചാടി കിട്ടും. പിന്നെ രഹസ്യം തിരിഞ്ഞവർക്ക് തിരിയും. അതെല്ലാവർക്കും തിരിഞ്ഞാൽ പിന്നെ അത് രഹസ്യമില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും തിരിഞ്ഞാൽ മുഹമ്മദ് നബിയെ, എല്ലാവർക്കും തിരിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബി രഹസ്യമില്ലല്ലോ കുട്ടികളെ. മുഹമ്മദ് നബി സിറുൽ കായിനാത്ത, സൃഷ്ടികളുടെ രഹസ്യമാണ്. അത് അള്ളാന്റെ അവ്വൽ മഖ്ലൂഖാത്താണ് മുഹമ്മദ്. ആദ്യം അള്ളാഹ് പഠിച്ച മുഹമ്മദ് നബിയാണ്. അങ്ങനെയാണ്. എന്തേ അങ്ങനെ ആയത്? അത് സ്വർഗത്തിൽ അള്ളാഹിനെ കാണുമ്പോൾ ചോദിച്ചാളാ എന്തേ അങ്ങനെ ആയത്? അത് പറയേണ്ട ബാധ്യത നമുക്കില്ല. അള്ളാഹു തആല ഏകാധിപതിയാണ്. അള്ളാഹു തആല ഞങ്ങളെ 51 49 നോക്കിയിട്ട് 59 വിധി പറയുന്ന ആളല്ല അള്ളാഹു ഏകാധിപതിയാണ്. മനസ്സിലായില്ല? അനുവാചകൻ അവറാൻകുട്ടി, അനുവധാരകൻ ബീരാൻകുട്ടി, അള്ളാഹു അക്ബറിന് എത്ര ആളുണ്ട് അതിനനുസരിച്ച് തല എണ്ണീറ്റ് തീരുമാനം പറഞ്ഞ ആളല്ല ആര്? അള്ളാഹു. നമ്മൾ കൂടുതൽ സമ്മേളനത്തിന് ആള് കൂടിയപ്പോൾ ഒപ്പിട്ട് കൊടുത്തതിന് പാസ്സാക്കുന്ന ആളല്ല ആര്? അള്ളാഹു ഏകാധിപതിയാണ്. അള്ളാഹ് തോന്നിയത് അള്ളാഹട്ടോ. അള്ളാഹു ഏകാധിപതിയാണ്. അവൻ ഫാമിലി മൈലിയിലാണ്. ആദ്യം പഠിച്ചത് മുഹമ്മദിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുഹമ്മദ് അഹമ്മദായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയമില്ല. ഖുർആനാണ് ഈ പറഞ്ഞൊക്കെ. ഈ പറഞ്ഞ മുഴുവൻ ഖുർആനാ. ഞാൻ അല്ലാതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നീ പറഞ്ഞ മൊത്തം ഖുർആനാ. ഖുർആനല്ലാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പച്ച മലയാളം പോലത്തെ മാനെ പറഞ്ഞത്. ഇനിയൊന്നും പറയില്ല. അല്ലെങ്കിൽ മുഹമ്മദിനെ അഹമ്മദിനെയും പറയാക്കി 5 സ്ഥലത്തെ പേര് വന്നത്. 4 മുഹമ്മദും 1 അഹമ്മദും. പരിചയപ്പെട്ട മുഹമ്മദ് മുഹമ്മദാണ്, പരിചയപ്പെടാത്ത മുഹമ്മദ് അഹമ്മദാണ്. അപ്പോൾ മുഹമ്മദിന്റെ കർമ്മം കൊണ്ടാണ് പരിചയപ്പെട്ടത്. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? നമ്മളെ മകളെ ഒരാൾ കാണാൻ വന്നു, വരികയെന്ന് പറഞ്ഞപ്പോ ദല്ലാലിനോട് ചോദിക്കും മൂപ്പർക്ക് ഇപ്പൊ എന്താ പണി? മനസ്സിലായില്ല? കാരണം നമ്മൾ മൂപ്പർ തമ്മിൽ ബന്ധമുള്ളത് നമ്മൾ അറിയൂല. അപ്പോൾ നമ്മൾ ചോദിക്കും, മൂപ്പരെ പണി കൊണ്ട് നമ്മൾ മൂപ്പരെ പരിചയപ്പെടും. ഓട്ടോറിക്ഷ ഓടിക്കണവനെയാ. അത് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നമ്മളെ പുതിയ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഓട്ടോറിക്ഷയ്ക്ക് കൈയാട്ടുമ്പോ അങ്ങാടി നമ്മൾ പറയും, ആ കേറിക്കോ എന്റെ മരുവന. അത് നമ്മളും പരിചയം. മനസ്സിലായില്ല? നമ്മളേതായി സ്വാംശീകരിച്ചതിന് ശേഷം പിന്നെ നമ്മളെ ബന്ധം കൊണ്ടാ പറയാ നമ്മളെ ബന്ധത്തിൽ മുഹമ്മദാണ്. നമ്മളെ ബന്ധം നമ്മൾ അറിയാതിരിക്കുമ്പോൾ മുഹമ്മദിന്റെ കർമ്മം കൊണ്ട് പരിചയപ്പെടും. അപ്പോൾ അഹമ്മദാണ്. തലയ്ക്ക് കൊടുത്തില്ലേ? ഇനി നിങ്ങളെ ചക്കങ്ങൾ കൊണ്ടേ തിരിക്കേണ്ടി വരും. ഇതൊക്കെ ആന കുത്തിയ പൊളിയുടെ ദലീലാണ്ടാ എന്ത് വിചാരിച്ച്? അത് അല്ലാഹു തൗഫീഖ് തന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്റിൽ തൗഫീഖ് തന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് പടച്ചമ്പുരാന്റെ നാവിന് എന്നൊരു തൗഫീഖാണ്, അല്ലാതെ ഒരാൾ പറഞ്ഞല്ല. ഞാൻ തപ്പിയതാണ്. അത് തപ്പിയത് അള്ളാന്റെ തൗഫീഖാണ്. അള്ളാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ഞാൻ വലിയത് പറയാൻ വേണ്ടി എല്ലാ കുട്ടികളെ ഇത് പറഞ്ഞത് റബ്ബിന്റെ തൗഫീഖ് പറയാൻ വേണ്ടിയാണ്. റബ്ബിന്റെ തൗഫീഖാണ്.
അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലാവുന്നറിയോ? മുഹമ്മദും ആവുന്നുണ്ട്, മുഹമ്മദ് അഹമ്മദും ആവുന്നുണ്ട്. നമ്മൾ പരിചയപ്പെട്ടാൽ നമുക്ക് ഈ മനുഷ്യനെ സ്തുതിക്കൽ നിർബന്ധം. അതാണ് നമുക്കും ആ മനുഷ്യനും തമ്മിൽ പിന്നുണ്ടാവുന്ന ബന്ധം. അപ്പോൾ മുഹമ്മദ് എന്ന ശഖ്സുമായി നമ്മൾ പിന്നെ ബന്ധം നിലനിർത്തുക ബിഹംദിഹി, മുഹമ്മദിനെ ഹംദി എന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, മൗലൂദ് നിർബന്ധാണ്, സുന്നത്തല്ല. ബന്ധം നിലനിർത്തുക